നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു തട്ടിപ്പിനെ പറ്റി, അതായത് ലോക ഉഡായിപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. വേറെ ആരെ പറ്റിയുമല്ല, നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിയായ അൽ മുക്തദർ ഗ്രൂപ്പും പിന്നെ അതിന്റെ മുതലാളിയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, ആ ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിരുന്ന് പറയുകയാണ്, എനിക്ക് ജ്വല്ലറിയിൽ, അതായത് എൻ്റെ ജ്വല്ലറി ഇൻകം ടാക്സ് കയറിയിട്ട് എനിക്ക് ഫൈനൊന്നും അടിച്ചു തന്നിട്ടില്ല, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. മറ്റു കടക്കാരും മറ്റ് അസോസിയേഷനുകളും എന്നെപ്പറ്റി പറയുകയാണ്, എന്നെപ്പറ്റി അപവാദം, എൻ്റെ ജ്വല്ലറിയെ പറ്റി അപവാദം പറഞ്ഞ് പരത്തുകയാണ്. ആക്ച്വലി എൻ്റെ ജ്വല്ലറിയിൽ ഒരു കുഴപ്പമില്ല, അവിടെ എല്ലാം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ. കസ്റ്റമേഴ്സ് വന്നാൽ കൊള്ളാം, താങ്കൾക്ക് നല്ലതാണ് കസ്റ്റമേഴ്സ് വരുന്നത്, കാരണം എനിക്കല്ല നല്ലത്. താങ്കൾക്ക് അത് വിറ്റ് കിട്ടുന്നതുകൊണ്ട് താങ്കൾക്ക് ലാഭമാണ് കിട്ടുന്നത്. വെയിറ്റ്, ലാഭം അത് പറഞ്ഞപ്പോഴാണ് 0% പണിക്കൂലിയിൽ വിൽക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്? അതായത് കറണ്ട് ബില്ല്, പിന്നെ ഷോപ്പ് മെയിൻ്റനൻസ് ചാർജ്, സ്റ്റാഫുകളുടെ സാലറി, ഇതെല്ലാം താങ്കൾ എങ്ങനെ കൊടുക്കും ഈ 0% മേക്കിംഗ് ചാർജ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. താങ്കൾ ഒന്നുമില്ലാതെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഇൻകം ടാക്സ് റെയ്ഡ് കിടന്ന് താങ്കൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നെങ്കിൽ താങ്കൾ പിറ്റേ ദിവസം തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഷോപ്പ് ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ഷോപ്പ് ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് ഷോപ്പ് ഓപ്പൺ ചെയ്യണം. ഇതിപ്പോൾ 4 മാസമായി. താങ്കളുടെ ജ്വല്ലറികളൊന്നും കറണ്ടായിട്ട് റണ്ണിങ് സ്റ്റാറ്റസിലോട്ട് വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33-40 ഷോറൂമുകൾ ഉണ്ടെന്ന് പറയുന്ന താങ്കളുടെ വെറും 13 കടകൾ, ഷോറൂമില്ല, 13 കടകളേ ഉള്ളൂ താങ്കൾക്ക്. ആ ഒരു കടകൾ എന്തുകൊണ്ടാണ് ഇതുവരെ റണ്ണിങ് സ്റ്റാറ്റസിൽ വരാത്തത്? അങ്ങ് ബോംബെയിൽ ഉണ്ടെന്ന് പറയുന്ന താങ്കളുടെ ഷോപ്പ് ഇപ്പോഴും തുറന്നിട്ടുണ്ടോ? എവിടെ എവിടെ തുറന്നിട്ടുണ്ട്? ദാറ്റ്സ് നോട്ട് റണ്ണിങ് മാൻ. അതിനകത്തൊരു സാധനം ഇല്ലല്ലോ. താങ്കളുടെ ആൾക്കാരെ, അതായത് താങ്കളുടെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി കുറേ നല്ല ഹൈ വെയിറ്റ് ഐറ്റംസ് കൊണ്ടുവന്ന് നിറച്ച് ഷോപ്പിൽ ഇത്രയൊക്കെ ഉണ്ട് സാർ, ഇത്രയൊക്കെ സാധനമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെ, അതായത് സാധാരണക്കിടയിൽ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് അവർക്ക് എന്താണ് പൈസ തിരിച്ചു കൊടുക്കാത്തത്? താങ്കൾ ചെയ്യുന്നത് ഏറ്റവും വലിയ നിയമവിരുദ്ധമായ പ്രവൃത്തിയല്ലേ? തുറന്ന് പറയും ഞാൻ. അതായത് കേരളത്തിലെന്ന് പറയണ്ട, ഇന്ത്യയിലെ സകല നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ടല്ലേ താങ്കൾ ഇപ്പോഴും താങ്കളുടെ ജ്വല്ലറി പ്രവർത്തിപ്പിക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ റെയ്ഡിൽ മാത്രം ഏകദേശം ഒരു 348 കോടി രൂപയോളം നികുതി വെട്ടിപ്പ് താങ്കൾ നടത്തിയിട്ടില്ലേ? താങ്കൾ എന്താണ് ഉത്തരം പറയാതിരിക്കുന്നത്? താങ്കൾ കഴിഞ്ഞ തവണ പറഞ്ഞു, ഏപ്രിൽ 1 എൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഷോറൂമുകളും തുറന്ന് പ്രവർത്തിക്കും എന്ന് താങ്കൾ ഇൻസ്റ്റഗ്രാമിൽ വന്ന ലൈവിട്ട് പറഞ്ഞു. പക്ഷേ എവിടെ, ഏത് ഷോറൂമാണ് ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിലും തുറന്ന് പ്രവർത്തിക്കുന്നത്? ഒരു ഷട്ടർ തുറന്ന് ഒരു സെക്യൂരിറ്റി വെച്ച് രണ്ടുപേരെയും വെച്ചുള്ളതാണ് സാറേ കച്ചവടം. അല്ല, കച്ചവടം അങ്ങനെയല്ല. താങ്കളുടെ കൊല്ല ഷോറും, അല്ലെങ്കിൽ പോട്ടെ താങ്കളുടെ കോട്ടയം ഷോറും, ഏതെങ്കിലും ഷോറും കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ വന്ന് പറയുന്നത് ജൂൺ 1 മുതൽ കേരളത്തിലെ എല്ലാ ഷോറൂമുകളും ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. തുറന്ന് പ്രവർത്തിക്കുമോ? പാവങ്ങളുടെ പൈസ കൊടുക്കുമോ? ചിലർ വീഡിയോയിൽ വന്നെന്ന് പറയുന്നു ആ പേജിന്റെ, ഞാൻ ഹജ്ജിന് വേണ്ടി അവിടെ പൈസ ഇട്ടിരുന്നു. സംശയം ചോദിച്ചോട്ടെ, ഹജ്ജിന് പോകാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ജ്വല്ലറിയിൽ പൈസ ഇടുന്നത്? പൈസ ബാങ്കിൽ ഇട്ടാൽ പോരെ? ഈ ജ്വല്ലറിയിൽ ഹജ്ജിന് പോകാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ചോദ്യം അതാണ്. നിങ്ങൾ, അതായത് ഹജ്ജിന് പോകാനാണെങ്കിൽ എന്തിനാണ് ഒരു ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇന്ന് ഞാൻ 2 ദിവസം മുമ്പ് അവർ വീഡിയോ ഇട്ടിരുന്നത്, ഞങ്ങൾ ഹജ്ജിന് പോകാൻ തുടങ്ങിയ, അതായത് ഞങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി അൽ മുക്താദറിൽ 5 ലക്ഷം രൂപ അടുപ്പിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു, ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടി എന്ന സ്വന്തം ജ്വല്ലറി പേജിലാണ് ഇട്ടേക്കുന്നത്. ഹജ്ജിന് പോകണമെങ്കിൽ ജ്വല്ലറിയിൽ എന്തിനാണ് പൈസ ഇടുന്നത്? ബാങ്കിൽ ഇട്ടാൽ പോരെ? അപ്പോൾ നിങ്ങൾ ജ്വല്ലറിയിൽ പലിശ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ? വേറൊന്നുമല്ല, ബാങ്കിൽ സെയിം ഇൻട്രസ്റ്റ് കിട്ടും, അതിനെക്കാട്ടിയും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുമല്ലേ ആ വീഡിയോയിലൂടെ ചെയ്യുന്നത്? കാരണം 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപയല്ലേ നിങ്ങൾ പലിശ കൊടുക്കുന്നത്? പലിശ ഇസ്ലാമിൽ ഹറാമാണ്. പക്ഷേ നിങ്ങൾ 2500 രൂപയിലധികമാണ് 1 ലക്ഷം രൂപയ്ക്ക് പലിശയായിട്ട് കൊടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ആ ഒരു രഹസ്യം നിങ്ങൾ ആരെയും ഇനി മൂടി വെക്കണ്ട. കാരണം ഇനി നിങ്ങളെ തേടി വരുന്ന ഇ ഡി ആയിരിക്കും. ഇ ഡി വരുന്നുണ്ട്, ഇ ഡി വന്നു കഴിഞ്ഞു.